നോ നോ ബേട്ടി, ഈ വീടിന്റെ യഥാർത്ഥ മരുമകളാ വ്രതം നോക്കേണ്ടത്. എന്റെ ദൈവമേ എന്ന് കരുതി നീ വിഷമിക്കണ്ട, ഫ്രൂട്ട്സ് കഴിക്കാം. ആണോ? എന്റെ കൃഷ്ണ, രക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഇന്ന് മുതല് ഫ്രൂട്ട്സ് മാത്രം ഞാൻ കഴിക്കാം. ഒരു 10 കിലോ ആപ്പിളും 3-4 വരിക്കച്ചക്കയും ഒരു പെട്ടി ഓറഞ്ചും മുന്തിരിങ്ങയൊക്കെ അങ്ങ് വാങ്ങിച്ചോ. വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വാങ്ങിച്ചോ. എടി പൊട്ടി, മൈ ബേട്ടി, തിന്നാൻ വേണ്ടിയല്ല ഈ വ്രതം, പുണ്യം കിട്ടാൻ വേണ്ടിട്ടാ. നിനക്കും ഈ വീടിനും നിന്റെ ഭർത്താവിനും. അയ്യടാ, ആ ഹിറ്റ്ലറിന് വേണ്ടി വ്രതം ഇരിക്കാൻ എന്നെ കൊണ്ടൊന്നും മേല. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇരിക്കാം, പോരെ? എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ദാമ്പത്യം നന്നായിരിക്കണേ എന്ന് ഏകാദശി ദേവിയോട് പ്രാർത്ഥിക്കണം. അതെന്തിനാ ഏകാദശി ദേവിയോട് ചോദിക്കുന്നത്? അമ്മയുടെ മോനാ ഹിറ്റ്ലറിനോട് ചോദിച്ചാ പോരെ? എനിക്ക് കുരുത്തം കെട്ടവളെ, നീ അവനേക്കാൾ ഒട്ടും മോശമല്ലല്ലോ. അവൻ എന്ത് പറഞ്ഞാലും അത് കയറി ചൊറിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലല്ലേ? ദിസ് 3 days നോ ചൊറിയൽ, നോ മാന്തൽ, ഒള്ളി പ്രാർത്ഥന. ഈശ്വര, ജീവിതത്തിൽ ഇതുവരെ ഒരു നേരം പോലും ഞാൻ വ്രതം എടുത്തിട്ടില്ല. ഈ വനവാസത്തിനും ഉപവാസത്തിനും കുറവില്ലല്ലോ എന്റെ ഭഗവാനെ. അതും 3 ദിവസം പട്ടിണി കിടന്നെന്റെ ഊപ്പാട് വരും. ബേട്ടി, വിഷമിക്കണ്ട കേട്ടോ. മൈ സൺ ഈസ് നോട്ട് എ ദുഷ്ടൻ. നീ അവനെ ശത്രുവായി കാണുന്നതാ കുഴപ്പം. നീ അവനെ ഒന്ന് ലവ് ചെയ്ത് നോക്ക്, അവനും ലവ് ചെയ്യും. ആ കാട്ടുപോത്തിനെ ഞാൻ ലവ് ചെയ്യാനോ? വേണ്ട വേണ്ട, അതിനേക്കാൾ നല്ലത് ഈ യഥാർത്ഥ പോത്തിനോട് വേദം ഒതുന്നതാ. അയ്യോ, എനിക്ക് വിശക്കണേ. എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ താമ. നിനക്കേ ഞാൻ ഒന്നാന്തരം ജ്യൂസ് ഉണ്ടാക്കി തരാം. യു കം വിത്ത് മീ മോളെ. എങ്ങോട്ട്? ഐ നോ, കം ബേട്ടി, കം. ആ ഹിറ്റ്ലർ ദുഷ്ടനല്ല പോലും. പാവം, അമ്മയ്ക്ക് എന്തറിയാം? സ്വന്തം ഭാര്യയെ കൊന്ന ദുഷ്ടനോ? എനിക്കതുപോലെ ഒന്നും ചാവാൻ വയ്യ. ആ ഹിറ്റ്ലറിന്റെ രഹസ്യം എന്തായാലും ഞാനത് കണ്ടുപിടിക്കും. അല്ല, അമ്മ എന്തിനായിരിക്കും റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞ്? നോക്കാം. ആ ഹിറ്റ്ലറിന് വേണ്ടി പൂജ ചെയ്യണോ? അതും ഈ ഞാൻ? എന്റെ ഈശ്വര, അയാൾക്ക് നല്ലത് വരണേന്ന് എന്റെ നാവുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണോന്നോ? ആ നാണം കേട്ട അവിനാശിന്റെ കാര്യം പോലും അയാൾ മറച്ചു വെച്ചു. എന്നെ എന്നിട്ട് ബലിയാടാക്കി. എന്നിട്ടും എന്റെ വിധി ഇതാണല്ലോ ദൈവമേ. ആ CBIക്ക് ഹിറ്റ്ലറിനെ തൊണ്ടി സഹിതം പിടിച്ചു കൊടുക്കാൻ വന്ന എന്റെ ഒരു ഗതിയെ. അത് 3 ദിവസം അയാൾക്ക് വേണ്ടി ഉപവാസം ഇരിക്കണം പോലും. 3 നേരം വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാ 3 ദിവസം പട്ടിണി ഇരിക്കുന്ന? എന്റെ നരിയാണിക്കാവിലമ്മ രക്ഷിക്കണേ. എന്തെങ്കിലും കഴിക്കാനുള്ള സമയം കഴിഞ്ഞാ പിന്നെ സ്കൂളിൽ ബെല്ലടിക്കുന്ന പോലെയാ എന്റെ വയറ്റില് ബെല്ലടിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടുത്തെ അമ്മയെ നിഷേധിക്കാനും പറ്റില്ലല്ലോ. ഹായ് ബേട്ടി, ഞാൻ ലേറ്റ് ആയതിന് നീ എന്നെ വഴക്ക് പറയാണോ? അയ്യോ, അമ്മയോ? ഞാൻ വഴക്ക് പറയാനോ? ഈ വീട്ടിൽ എന്നെ ഒരു മനുഷ്യജീവിയെ കാണുന്ന ഒരേ ഒരാൾ അമ്മയോ? അമ്മയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ അനുസരിക്കണം. ഈശ്വര, വീണ്ടും കണ്ടീഷനോ? നോ നോ കണ്ടീഷൻ, മൈ അംബിഷൻ. ഇരിക്കവിടെ, ഇരിക്കും മോളെ. ഇന്നത്തെ ദിവസം ബേട്ടി ഈ ഓർണമെന്റ്സ് ഇട്ട് വേണം പൂജ ചെയ്യാൻ. ഇത്ര ആഭരണങ്ങളോ? കൊള്ളാം, സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ഇരിക്കും. നോ നോ മൈ ഡോട്ടർ, ഗേൾസ് ഓർണമെന്റ്സ് വേണ്ടെന്ന് പറയാൻ പാടില്ല.
നീയേ ഡിക്കയുടെ ഭാര്യ, അതിന്റെ അന്തസ്സും പ്രൗഢിയും വേണം നിനക്ക്. അമരാവതിയിലെ മരുമകളുടെ സൗന്ദര്യം എല്ലാവരും പുകഴ്ത്തട്ടെ. അതെ, ദാ, ഈ മല ഈ മല നല്ല ഭംഗിയാവും. You are my daughter-in-law of Padmavati Amma. You understand? ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ പഴയ ഫാഷനാ. അമ്മേ, ആർക്കാ ഈ ആഭരണങ്ങളൊക്കെ? എന്റെ മരുമോക്ക്, അല്ലാതെ ആർക്കാ? അത് കൊള്ളാം. എന്നെ നരകത്തിൽ തീയിലിട്ട് ഫ്രൈ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ അമ്മ ഇതെല്ലാം കൊടുക്കണം. എനിക്കങ്ങനെ ആഭരണങ്ങൾ ഇട്ട് നടക്കാൻ ഒട്ടും ആഗ്രഹമില്ല. സന്തോഷം, രക്ഷപ്പെട്ടു. അമ്മ ഇതൊക്കെ തിരികെ കൊണ്ടുവച്ചേക്ക്. അർഹതയുള്ള വല്ലവർക്കും കൊടുക്കാം. ദേവാ, നോ ഇൻസൾട്ടിങ് മൈ മരുമകൾ. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ ഇപ്പൊ ഈ ബേക്കറിക്കാരി അണിയിക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ സമയം വേസ്റ്റ് ആവും. ഇതെല്ലാം ഈ വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ വരുന്നവർക്കുള്ളതാ, അല്ലാതെ ടെമ്പററി പോസ്റ്റിൽ വരുന്നവർക്കുള്ളതല്ല. വാട്ട് ഈസ് ടെമ്പററി? യു ഈസ് മൈ പെർമനന്റ് മരുമകൾ. ഷീ ഈസ് യുവർ വൈഫ്. 3 ജനറേഷൻ, 3 തലമുറയെ കണ്ട് ഇവളീ വീട്ടിൽ ജീവിക്കും. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടിയാ പൂജ ചെയ്യുന്നത്. അപ്പോ പൂജ ചെയ്യുന്നത് ഈ ബേക്കറിക്കാരിയാണോ? അമ്മയ്ക്ക് ഇത്ര ബുദ്ധിയില്ലാതായോ? ദേവാ, അഹങ്കാരം പറഞ്ഞോണ്ടല്ലോ വെച്ചു ഞാൻ. ഇവള് നിനക്ക് വേണ്ടിയാ പൂജ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയോ? എന്തിനാ? ഞാൻ തട്ടിപ്പോവാനോ? അതെ. എന്തേ, മരിക്കാൻ പേടിയുണ്ട് ഹിറ്റ്ലറിന്? രണ്ടെണ്ണം കൊണ്ട് തുടങ്ങി. അമ്മ, ഞാൻ ഈ പൂജ ചെയ്യുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രം, അല്ലാതെ എന്നെ ഗ്രിൽഡ് ചിക്കനാക്കി ഫ്രൈ ചെയ്ത് പട്ടിക്ക് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. വാട്ട് ഈസ് ദിസ് നരകം ആൻഡ് ഗ്രിൽഡ് ചിക്കൻ മാറ്റർ? സീ, ദിസ് ഈസ് മൈ തീരുമാനം. ഈ വീടിന്റെ മരുമകൾ തന്നെയാവണം പൂജ ചെയ്യാൻ. വേറെ 3 മരുമക്കൾ ഇവിടെ ഉണ്ടല്ലോ. അവരാരെങ്കിലും പൂജ ചെയ്താ പോരെ അമ്മേ? അല്ല, അവരുടെ ഭർത്താക്കന്മാരും നന്നായിരിക്കണ്ടേ? പോരാ, ഇവള് തന്നെ ചെയ്യണം. ഇവള് ചെയ്യുന്ന പൂജ കൊണ്ട് ഞാൻ അങ്ങ് നന്നായില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വീടിനൊരു കുഴപ്പം വരാതിരുന്നാ മതി. നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്താലേ ദൈവം എന്നെ ശപിക്കും. അതുകൊണ്ടാ ഞാൻ ഈ അമ്മയുടെ പേരിൽ പൂജ ചെയ്യുന്നത്. മതി മതി, ചക്കിക്കത്ത ചങ്കരൻ തന്നെ. 2 പേരും കൊള്ളാം. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് പൂജയിലേക്ക് വലിച്ചഴക്കണ്ട. അമ്മ, ഈ ഹിറ്റ്ലർ എന്നെ കറിവേപ്പില പോലെ എടുത്തു കളയുന്ന ഒരു ദിവസം വരും. എന്നെ കൊണ്ട് ഈ പൂജ ഒന്നും ചെയ്യാൻ പറ്റില്ലമ്മേ, എന്നെ വിട്ടേക്ക്. എക്സാക്ട്ലി. നിന്നെ കൊണ്ട് ഇതെന്നല്ല ഒരു കാര്യവും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഉപവാസം. ദേ അമ്മേ, വയറ് വിശന്ന പൂജക്കിടയിൽ ഇവള് അടുക്കളയിൽ കയറി കട്ട് തിന്നു വരും. കട്ട് തിന്നുന്ന എന്റെ സ്വഭാവമല്ല. കള്ളത്തരം കാണിക്കുന്നത് നിങ്ങളുടെ ശീലമാ. അത് മറയ്ക്കാനും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. വായി തോന്നിയ പറയരുത്. പറയും. നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്നത് തീരെയില്ല. നിങ്ങളെപ്പോലൊരു വൈറസിനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല. എന്റെ അമ്മോ, എന്റെ ഒരു വിധി. മതി മതി മതി, ആരും എനിക്ക് വേണ്ടി ഒരു പൂജ ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങനെ വഴക്കടിച്ചാൽ ഞങ്ങൾ ജീവിച്ചോ? ഞാൻ എന്നെ വഴിക്കാക്കാൻ പൊക്കോളാം. അമ്മേ, ഞാൻ അമ്മയെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞാൻ കാരണം അമ്മയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അമ്മയ്ക്ക് വേണ്ടി പൂജ ചെയ്യാൻ മാത്രമല്ല, തീയിലൂടെ നടക്കാനും ഞാൻ തയ്യാറാ. നിന്റെ ഓവർ ആക്ടിങ് നന്നായിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ വേണ്ട. ആഹാ,
അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. കാണോ നിങ്ങക്ക്? ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ കണ്ടറിയാം. ആ ഉം. ബേട്ടി, ഉം. നീ ശരിക്കും പൂജ ചെയ്യുവോ? അമ്മ, അമ്മയ്ക്കും എന്നെ വിശ്വാസമില്ല. ആ മതി, നീ എനിക്ക് വേണ്ടി പൂജ ചെയ്താ മതി. ഞാനേ എന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അപ്പോ ആ പൂജയുടെ പുണ്യം എന്റെ മകന് തന്നെ കിട്ടും. അമ്മ എനിക്കിഷ്ട, പക്ഷെ ആ ഹിറ്റ്ലറിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. മോളെ, ഉം. ഈ ഓർണമെന്റ്സിട്ട് വേണം നീ പൂജ ചെയ്യാൻ. ഏകാദശി വ്രതം എന്ത് പുണ്യാണെന്ന് അറിയോ നിനക്ക്? ആദ്യം പായസം ഉണ്ടാക്കണം. വെറും പായസം അല്ല, ഇടിച്ചു പിഴിഞ്ഞ പായസം. അറിയോ നിനക്ക് ആ പായസം ഉണ്ടാക്കാൻ? പിന്നെ ആ ഇപ്പൊ ശരിയാക്കി തരാം. ആ എന്റെ അടുത്താ കളി. നിങ്ങൾ രണ്ടിനെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് ഈ പരമാവധിയമ്മയ്ക്ക് അറിയാം. സെന്റിമെന്റ്സ് സെന്റിമെന്റ്സ്, ആക്ഷൻ ആക്ഷൻ, ഡ്രാമയ്ക്ക് ഡ്രാമ. ഓ, പണ്ട് സ്കൂൾ നാളത്തിൽ അഭിനയിച്ചോണ്ട് എത്ര നന്നായി. എന്റെ ആക്ടിങ് ഇവര് കിടക്കുന്നേ ഉള്ളൂ. വെൽക്കം വെൽക്കം. ബേട്ടി, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നമ്മേ. ഗോകുലം സിനിമ വന്നിട്ട് അവിടെ പുലർച്ചെയാണ് അവരെ എത്തിയത്. കേറി കിടന്നേ വെൽ സ്ലീപ്പിംഗ്. ഇപ്പഴെന്റെ റെഡി ആവുന്നേ ഉള്ളൂ. സുഖലടി, പരമസുഖം. ഇനി 3 ദിവസം നിങ്ങളുടെ കൂടെ തന്നെ. അത് കഴിഞ്ഞേ ഞങ്ങൾ തിരിച്ചു പോന്നുള്ളൂ. അല്ല, ബാലു എന്ന് വരും. കുറച്ചു ദിവസം കൂടി എടുക്കുന്ന ഏട്ടന്മാര് പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് ഞാനിങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് എവള് കരുതി കാണില്ല. അപ്പോ ഇവൻ ഇന്നലെ രാത്രി വന്നത് മുന്നറിയിപ്പ് തരാനായിരുന്നല്ലേ? ഇന്ന് ഭാര്യയും കൂട്ടി വന്നതിന് പിന്നെ എന്തോ ഒരു ദുരുദ്ദേശം ഇവന്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ജ്യോതി ബേട്ടി, ഇതാരാന്ന് അറിയോ നിനക്ക്? അതെങ്ങനെ അറിയാനമ്മേ? ഞങ്ങള് തമ്മില് ആദ്യം കാണുകയല്ലേ അല്ലേ ജ്യോതി ആന്റി? ആ അതെ. ജ്യോതി മോളെ, ഇതാണ് ചിത്രയുടെ ബ്രദർ അവിനാഷ്. ഓ, ഇൻസ്പെക്ടറാ. ഇത് സൂര്യ, ഇവന്റെ ഭാര്യ. ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഈ വീടിന്റെ മരുമകൾ ഇത്രയും യങ്ങസ്റ്റ് ആയിരിക്കുമെന്ന് കരുതിയില്ല. കണ്ടതിൽ സന്തോഷം. എങ്ങനെയുണ്ട് ആന്റി? ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പരിചയപ്പെടാൻ സാധിച്ചതില് വളരെ സന്തോഷം. പ്രിയക്ക് സുഖമല്ലേ? മേലിൽ അവളുടെ പേര് നീ ഉച്ചരിച്ച വെട്ടിക്കേറി കൊല്ലുന്നില്ല. ഞങ്ങളെ പിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടി ജ്യോതി. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ മുൻപരിചയമുണ്ടോ? ഏയ് ഇല്ല, ഇപ്പൊ പരിചയപ്പെട്ടു, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോ ഇവൻ നേരത്തെ പറഞ്ഞതൊക്കെ കളവായിരുന്നോ? ഏട്ടനാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്തനോ? അല്ല, പേരെന്താന്നാ പറഞ്ഞ? അവിനാഷ്. ആ,
ഈ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ റേഷനിങ് ഇൻസ്പെക്ടർ ആണോ അതോ ചെക്കിംഗ് ഇൻസ്പെക്ടറോ? അല്ല, പോലീസ് ഇൻസ്പെക്ടറാ. ഓ അത് ശരി. അപ്പോ നിരപരാധികളെ വേണമെങ്കിലും ശിക്ഷിക്കാം അല്ലേ? അങ്ങനെ വെറുതെ ആരെയും ഞാൻ ശിക്ഷിക്കാറില്ല. സൂര്യ, നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ആ ഇപ്പൊ ഓർക്കുന്നു, അന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച്. ആ ശരിയാ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ആഹാ. അത് ശരി, അപ്പോ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണല്ലേ? ആഹാ. പ്രായം കുറവാണെങ്കിലും ഈ വീട്ടിലെ അമ്മായിമ്മയുടെ സ്ഥാനത്താ ജ്യോതി. ആ അതെ അതെ. ആ അമ്മായിയമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതേ വളരെ നല്ലതാ. അടിക്കണ്ട. ആ അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എനിക്ക് 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 ആ എനിക്ക് അയ്യോ. ഇനി ഒരു തവണ കൂടി പ്രിയയുടെ പിന്നാലെ വന്ന നിന്നെ ഞാൻ ചവിട്ടി താഴ്ത്തും കേട്ടാ. ഈ അമ്മായിയമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടായി. ശരി, നിങ്ങൾ പോയി ഫ്രഷ് ആക്. മുകളിലെ മുറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അവിനാഷ് ചെല്ല്. ബാഗ് എടുക്ക്, നമുക്ക് മുകളിലേക്ക് പോവാം. വരട്ടെ അമ്മേ. മോളെ, ഇത്തവണ നീ വേണം ഏകാദശി ദിവസം ഏകാദശി മഹാത്മ്യം വായിക്കാൻ. അതെന്താ അങ്ങനെ? എല്ലാ വർഷവും ആയച്ചല്ലേ വായിക്കുന്നേ? ഇത്തവണ എന്താ ഇത് ഇവളോട് പറയുന്നത്? ചിത്രേ, യു റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ജ്യോതിയെ നിങ്ങളുടെ അമ്മായിമ്മയാ, മൈൻഡ് ഇറ്റ്. ആന്റി അല്ലെങ്കിൽ അമ്മായിമ്മ എന്ന് വിളിച്ചോണം, മനസ്സിലായോ? മനസ്സിലായി ആന്റി. ആ പിന്നെ ഇന്നത്തെ പൂജയ്ക്ക് ഏകാദശി മഹാത്മ്യം വായിക്കുന്നത് ഈ വീടിന്റെ യഥാർത്ഥ മരുമകൾ തന്നെയായിരിക്കണം. ഇതുവരെ ഈ വീടിന് ഒരു മരുമകളില്ലായിരുന്നു. അതുകൊണ്ടാ നിങ്ങളിൽ മൂത്തവളായ മായയ്ക്ക് ഞാൻ ആ ചുമതല നൽകിയത്. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഇവളെ മരുമകളായി ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവളുള്ളപ്പോ മറ്റാരും ഏകാദശി മഹാത്മ്യം വായിക്കണ്ട, മനസ്സിലായോ? ആ ബേട്ടി, എന്താ അമ്മ? പായസം ഉണ്ടാക്കുന്ന കാര്യം എന്തായി? അപ്പഴേ വീട്ടിൽ നിന്ന് പ്രിയ വിളിച്ചത്.
ഞാൻ അവളോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. പായസം ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. ശരി, മോള് പോയി വേഗം ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കും. ചെല്ലേ.